RSS മേധാവി മോഹൻ ഭാഗവതിന്റെ തന്തയുടെ പാരമ്പര്യ സ്വത്തല്ല ഇന്ത്യ. അമിത്ഷായുടെ സ്ത്രീധനത്തുക കൊണ്ട് വാങ്ങിയതല്ല. ഇന്ത്യ മഹാരാജ്യം ഓർത്ത് കളിച്ചോളണം. പറഞ്ഞു, ഓർമ്മയുണ്ടോ ഗുജറാത്ത് എന്നാണ് കുറ്റ്യാടിയിൽ, കോഴിക്കോട് കുറ്റ്യാടിയിൽ ഇറങ്ങി സംഘികൾ ചോദിച്ചത്. ഓർമ്മയുണ്ടോ ഗുജറാത്ത്? അഥവാ ഗുജറാത്താണ് ഞങ്ങളിവിടെ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം ഞങ്ങൾക്ക് റാമൂളിൽ നിന്ന് ജീവിക്കാം. ഇത് വെറുതെ പറയുന്നതല്ല, അവരുടെ പ്രത്യയശാസ്ത്ര പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ഗുജറാത്ത് എന്ന് ചോദിച്ച കുറ്റ്യാടിയിലെ സംഘപരിവാറിനോട് ഞാൻ 2 ദിവസത്തിന് ശേഷം കുറ്റ്യാടിയിൽ ഇതുപോലൊരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് പ്രാണിയുമുണ്ടായിരുന്നു ആ സമര സ്ഥലത്ത്. ഞാൻ പറഞ്ഞു, ഇവിടത്തെ ഈ കുറ്റ്യാടിയിലെ സംഘപരിവാർ ചോദിക്കുന്നു മുസ്ലിങ്ങളോട് മുദ്രാവാക്യം വിളികളോട്, ഓർമ്മയുണ്ടോ ഗുജറാത്ത്? അന്ന് മറുപടി, ഞാൻ അവിടെ പറഞ്ഞ മറുപടി വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. ഗുജറാത്ത് മാത്രമല്ല ഓർമ്മയുള്ളത് ഇന്ത്യയിലെ രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യർക്ക്. ഗുജറാത്ത് മാത്രമല്ല ലോക ചരിത്രമറിയാവുന്ന മനുഷ്യർക്ക് ഓർമ്മയുള്ളത് മറ്റൊന്നുകൂടെ ഓർമ്മയുണ്ട്. അത് സംഘികൾ, സംഘപരിവാരങ്ങൾ തങ്ങളുടെ നേതാവിന് പറഞ്ഞു കൊടുക്കണം. അറിയില്ലെങ്കിൽ എന്തായിരുന്നു? 1000 ആണ്ട് നാസികൾ തന്നെ ഭരിക്കുമെന്നായിരുന്നു ഹിറ്റ്ലർ പറഞ്ഞു വെച്ചത്. വംശഹത്യ നടത്തുമ്പോൾ, ജൂതരെ വംശഹത്യക്കിരയാക്കുമ്പോൾ 1,60,00,000 മനുഷ്യരെ ചുട്ടുകൊല്ലുമ്പോൾ ഹിറ്റ്ലർ പറഞ്ഞത് 1000 കൊല്ലം നാസികൾ തന്നെ ഭരിക്കും. ഇത് ഹിറ്റ്ലർ പറഞ്ഞു. മോഹൻ ഭാഗവതും നരേന്ദ്രമോദിയും അമിത്ഷായും സ്വപ്നം കാണുന്നത് എന്താ? മുസ്ലിം വിമുക്ത ഇന്ത്യയിൽ ഹിന്ദുത്വ ഭരണം കാഴ്ചവെച്ചുകൊണ്ട് എല്ലാ കാലത്തും സംഘികൾ തന്നെ ഭരിക്കും എന്ന് അവർ പറയുന്നു. ഓർമ്മപ്പെടുത്താനുള്ളത് ഹിറ്റ്ലറുടെ ചരിത്രമാണ്. 1000 ആണ്ട് നാസികൾ തന്നെ ഭരിക്കുമെന്ന് വീമ്പിളക്കുകയും അത് സ്വപ്നം കണ്ട് ജീവിക്കുകയും ചെയ്ത ഹിറ്റ്ലറിന് 12 വർഷം തികയുന്നതിന് മുമ്പ് ആത്മഹത്യ ചെയ്ത് പിന്മാറേണ്ടി വന്നു എന്ന ചരിത്രം നരേന്ദ്രമോദി മറന്നു പോകരുത്. ഹിറ്റ്ലർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. 12 വർഷം തികയും മുമ്പ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്താണ് വിട പറഞ്ഞത്. മുസോളിനിയെ ജനം കെട്ടിത്തൂക്കുകയായിരുന്നു. നരേന്ദ്രമോദിക്ക് ആ ഗതി വരരുതേ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, പ്രാർത്ഥിക്കുന്നുള്ളൂ.